നമസ്കാരം. മകളുടെ വിവാഹത്തിന് മുന്നോടിയായി മാതാവിന് കാണിക്കയായി സുരേഷ് ഗോപിയുടെ വക പൊൻകിരീടം സമർപ്പിച്ചത് വലിയ ചർച്ചയായിരുന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിലാണ് മാതാവിന്റെ തിരുസ്വരൂപത്തിൽ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. ലൂർദ് കത്തീഡ്രലിൽ പെരുന്നാളിനെത്തിയ സമയത്ത് മാതാവിന്റെ തിരുസ്വരൂപത്തിലെ കിരീടം ഇളകുന്നത് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് സുരേഷ് ഗോപി തന്നെയാണ് നേർച്ചയായി പുതിയ പൊൻകിരീടം നൽകാൻ സന്നദ്ധത അറിയിച്ചത്. 2 ആഴ്ചയിലധികം സമയമെടുത്താണ് സ്വർണ്ണ കിരീടം നിർമ്മിച്ചത്. കയ്യിലുള്ള സ്വർണം പരുമല സ്വദേശി ആനന്ദൻ ആചാരിക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയും ഭാര്യ രാധികയും മക്കളായ ഭാഗ്യ, ഭാവ്നി എന്നിവർ ഒരുമിച്ച് ലൂർദ് കത്തീഡ്രലിൽ എത്തിയപ്പോൾ ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റി ഡൽസൺ ഡേവിസ് പെല്ലിശ്ശേരി എന്നിവർ ചേർന്നാണ് സുരേഷ് ഗോപിയെയും കുടുംബത്തെയും സ്വീകരിച്ചത്. എന്നാൽ മാതാവിന്റെ തിരുസ്വരൂപത്തിൽ കിരീടം അണിയിക്കുന്ന സമയത്ത് കിരീടം താഴെ വീണതിന് പിന്നാലെ സുരേഷ് ഗോപി വിഷമിച്ച് പിന്നിലോട്ട് പോകുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ വൈറലായിരുന്നു. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾക്കിടെ എല്ലായിടത്തും സുരേഷ് ഗോപി തന്നെയാണ് ചർച്ചാ വിഷയം. സുരേഷ് ഗോപി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ നിന്നും മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ക്രൈസ്തവരുടെ വോട്ട് കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് സുരേഷ് ഗോപിക്ക് പ്രാർത്ഥന നടത്താനും ദൈവത്തിന് കാണിക്ക സമർപ്പിക്കാനും ഇപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം തേടണം എന്നുള്ളൊരവസ്ഥ വന്നിരിക്കുന്നു. സുരേഷ് ഗോപിയെ പോലുള്ള വ്യക്തികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ വിമർശനാത്മകമായാണ് രാഷ്ട്രീയ പ്രവർത്തകർ പ്രതികരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. മാതാവിന്റെ തലയിൽ അണിയിച്ച കിരീടം തൊട്ടടുത്ത നിമിഷം തന്നെ താഴേക്ക് വീഴുകയായിരുന്നു. കിരീടത്തിന്റെ പിറകുവശത്തുള്ള ഒരു ചാർത്ത് പൊട്ടിപ്പോവുകയായിരുന്നു. ഇത് വളരെ അപശകുനം എന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത്. പല മതങ്ങളിലും കണ്ടുവരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും മിത്തുകളാണെന്ന് തള്ളിപ്പറയുന്ന ആളുകൾ അതിലൊന്നും കാര്യമില്ല, ഇതെല്ലാം സാങ്കല്പികം മാത്രമാണെന്ന് പറയുന്നവർ സുരേഷ് ഗോപി മാതാവിന് ചാർത്തിയ കിരീടം താഴെ വീണുടഞ്ഞപ്പോൾ അപശകുനമാണെന്ന് പറയുന്നു. സുരേഷ് ഗോപി ചാർത്തിയ കിരീടം മാതാവിന് തൃപ്തിയില്ലാത്തതുകൊണ്ട് മാതാവ് തള്ളി താഴെയിട്ടതാണെന്നാണ് വരുത്തി തീർക്കാൻ നോക്കുന്നത്. ഇതിലൂടെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുകയാണ് സൈബർ സഖാക്കൾ. ഈ പ്രതിരോധം ഭംഗിയായി സുരേഷ് ഗോപിക്കെതിരെ പ്രയോഗിക്കുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കാവുന്ന ക്രൈസ്തവ വോട്ടുകൾ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തന്ത്രം. എന്നാൽ ഈ പ്രചാരണത്തിന്റെ സത്യാവസ്ഥ വേറെയാണ്. മാതാവിന് അണിയിച്ചിട്ടുള്ള കിരീടം താഴെ വീണത് ശരി തന്നെ. എന്നാൽ ഇത് അവിടെയുള്ള ഫോട്ടോഗ്രാഫറുടെ കൈ അറിയാതെ തട്ടി വീണതാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്ത് തന്നെ ആയാലും ഇത് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും കടുത്ത വിഷമമുണ്ടാക്കി. എന്നാൽ പള്ളിയിലുള്ള വികാരിയച്ഛൻ അടക്കം പറഞ്ഞു, ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ നോക്കുന്ന പതിവില്ല. ഇത്തരം കാര്യങ്ങൾ അപശകുനമായി ഒരിക്കലും കണക്കാക്കാൻ കഴിയുകയില്ല. നിങ്ങൾ നൽകിയത് മാതാവ് സ്വീകരിച്ചെന്നും കുടുംബത്തിന് നല്ലത് വരുമെന്നും പറഞ്ഞു. സുരേഷ് ഗോപി തകർന്നടിഞ്ഞു എന്ന രീതിയിലാണ് ദേശാഭിമാനി പോലുള്ള പത്രങ്ങൾ എഴുതുന്നത്. ഇത്തരത്തിൽ ഇടതുപക്ഷം സുരേഷ് ഗോപിയെ തകർത്തടിക്കുന്നത് 4 വോട്ട് നേടാനുള്ള തന്ത്രം മെനഞ്ഞാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിൽ ഒരു പ്രതിച്ഛായ തകർക്കുവാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. സുരേഷ് ഗോപി മത്സരിക്കുമെന്നറിഞ്ഞ അന്ന് തന്നെ അദ്ദേഹത്തിനെ അടിച്ചമർത്താൻ പല വഴികളും നോക്കുന്നുണ്ട്. ഇത്തരത്തിൽ കമ്മിക്കൂട്ടത്തിന്റെ ആസൂത്രണം തന്നെയായിരുന്നു ഷിത ജഗത്തിനെ കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുപ്പിച്ചത്. ഷിത ജഗത്തിന്റെ തോളിൽ കൈയിട്ടത് ലൈംഗിക പീഡനം ഉദ്ദേശിച്ചാണെന്ന രീതിയിലാണ് കേസ് കൊടുത്തത്. ഇത്തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കാൻ പിണറായി സർക്കാർ പല രീതിയിലുള്ള തന്ത്രങ്ങളും മെനഞ്ഞെടുക്കുന്നുണ്ട്. ഏതൊക്കെ പുത്തൻ അമ്പുകൾ സുരേഷ് ഗോപിക്കെതിരെ ഇടതു കമ്മികൾ കൊണ്ടുവരുമെന്ന് കണ്ടറിയാം. നന്ദി.